ഡാൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മൈക്കിൾ ജാക്സൺ ആയിരിക്കും അല്ലേ? പിന്നീട് മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെയാണ്? നല്ല അടിപൊളി ബീറ്റുകളും പാട്ടുകളും ഒക്കെ ആയിരിക്കും. അത് കേട്ട് അതിനൊത്ത താളം പിടിച്ചാണ് ഓരോ നർത്തകരും കാഴ്ചക്കാരുടെ മനസ്സ് കീഴടക്കുന്നത്. പക്ഷേ ശബ്ദങ്ങളുടെ ലോകത്ത് നിന്ന് ഒരുപാട് അകലെയായിട്ടും ചടുലമായ ചുവടുകളിലൂടെ ഒരു കലാകാരൻ കാഴ്ചക്കാരുടെ മനസ്സ് കീഴടക്കിയാലോ? ആള് സൂപ്പർ അല്ലേ? പരിചയപ്പെടാം തിരുവനന്തപുരത്തെ റോഷനെ. എനിക്ക് നടക്കാൻ പറ്റൂല എന്നും സംസാരിക്കാൻ പറ്റില്ലെന്നും ഈ ചെവി കേൾക്കാൻ പറ്റില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് മെഡിക്കൽ സയൻസ് പല ഡോക്ടേഴ്സും പറഞ്ഞു. എന്നാലും അവൻ എനിക്ക് നടന്നു. കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവനിലൂടെയാണ് ഞങ്ങൾ അവൻ്റെ പാരൻസായിട്ടുള്ള ഞങ്ങൾ അറിയപ്പെടുന്നത് അവനിലൂടെയാണ്. ഡാൻസ് ആരും പഠിപ്പിച്ചിട്ടില്ല, സ്വയം കണ്ടു പഠിക്കും. സംശയമുള്ള ഭാഗങ്ങൾ കൂട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെയാണ് ശബ്ദങ്ങളില്ലാത്ത ലോകത്തിൽ നിന്ന് റോഷൻ തകർപ്പൻ ചുവടുകളിലെത്തിയത്. കാണുന്ന ഓരോ കാഴ്ചക്കാരനും റോഷന് പാട്ട് കേൾക്കുന്നില്ലെന്നോ സംസാരിക്കാൻ കഴിയില്ലെന്നോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. അത്രയ്ക്ക് കൃത്യമാണ് ഓരോ ചുവടും. അവന് എന്തോ അവൻ്റെ ജീവിതത്തിൽ അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെയാണ് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പം അത്രയും ഡാൻസിനോട് ഭയങ്കര കഴിവ്. വൈകാരിക പ്രധാന പ്രശ്നമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ചിലയിടത്തൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആരും പഠിപ്പിക്കുന്നില്ല. അവൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. അവൻ ചാനൽ ഈ ടി വിയിലൊക്കെ കണ്ട് പഠിച്ച് തന്നെയാണ് അവൻ ഡാൻസൊക്കെ ചെയ്തത്. ചൈൽഡ് അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ റോഷൻ 2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഫുട്ബോളിലും താല്പര്യമുണ്ട്. നിലവിൽ ചാല ITIയിലെ വിദ്യാർത്ഥിയാണ്. എല്ലാത്തിനും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുടുംബം തന്നെയാണ് റോഷന്റെ കരുത്ത്. അമ്മ സിന്ധുവും അച്ഛൻ ലെനിനും സഹോദരി റോമയും ഒപ്പത്തിനൊപ്പമുണ്ട്. ഡാൻസ് തന്നെയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും ഡാൻസ് തന്നെയാണ്. വിജയ്, പ്രഭുദേവ ഇവരെയൊക്കെ നേരിട്ട് കാണണം, അവരുടെ മുമ്പ് ഒരു ഡാൻസ് അവതരിപ്പിക്കണം, അതൊക്കെയാണ് അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ. ക്യാമറമാൻ JB ജ്യോതിഷിനൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.